എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും നീ, എന്റെ ആകാശം നീ, എന്റെ ആനന്ദം നീ, ഞാൻ ചേക്കേറും ചില്ലയും. ഷാജിച്ചാ, ഇന്നൊരു സ്പെഷ്യൽ സമ്മാനക്കിഴിയാണോ അത്? സമ്മാനക്കിഴിയാണ്. എനിക്കുള്ളതാണോ? ബോണിക്കുള്ള ആണോ? പറഞ്ഞിട്ട് ചാടി മേടിക്കരുത്. സോറി. ശാലോമിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി പളുങ്കടലിൽ സത്യം പറഞ്ഞ എന്നോടൊപ്പം വളരെ വളരെ എളിമയോടും സന്തോഷത്തോടും കൂടി സഹകരിച്ച പ്രിയപ്പെട്ട ബോണിക്ക്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയിൽ വളരെ സുദീർഘ സേവനം ചെയ്യുന്ന ഈ പ്രിയപ്പെട്ട നല്ല കൂട്ടുകാരന്, സുസ്മേരവദനായ ബോണിക്ക്, ശാലോമിൻ്റെ എല്ലാ ടെക്നീഷ്യൻസിനോടും എൻ്റെ കൂടെ ക്രൂവിലുള്ള എല്ലാ ചെറുപ്പക്കാരോടും ശാലോം പ്രേക്ഷകരോടും ചേർന്ന് ഈ സമ്മാനം ഞാൻ തരികയാണ്. എനിക്കേ പറയാനുണ്ട്, ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട സമ്മാനമാണ്. അത് നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും വളരെ വിലമതിക്കാത്ത സമ്മാനം. ഇഷ്ടമുള്ള സമ്മാനം ഏതാ? ഞാൻ ഇല്ലാത്ത ഒക്കെ നോക്കിയിട്ടാണ് ഒരു സമ്മാനം, ഞാനിങ്ങനെ നോക്കിയിട്ട് ഉപകാരപ്പെടുന്ന രീതിയിലൊരു സമ്മാനമാണ്. എന്തായിരിക്കും? എനിക്കറിയില്ല. അച്ഛൻ എന്ത് തന്നാലും എനിക്ക് സന്തോഷമുള്ളൂ. വാച്ചല്ല, വാച്ചുണ്ട്. വേറെ എന്താ? കമ്മലല്ല, കമ്മൽ വേണ്ട. പിന്നെന്താ? എന്താ അച്ഛാ? നോക്കെ എന്ത് തുറന്നെടുത്തു തുറക്കാം. സ്വർഗത്തിൻ്റെ പളുങ്ക് കടലിൽ നിൽക്കുന്നവരെ കണ്ടു. ഇതെന്താ, പഴം തുണിയോ? പഴം തുണിയൊന്നുമല്ല. പഴം തുണി. ബോണി, ഞാൻ അത് ഏതാന്ന് വായിച്ച് നോക്ക് ബോണി. ഇതോ? തുറന്ന് ശാന്തമായിട്ട് വായിക്കുക. അതൊരു സമ്മാനമാണോ എന്ന് നോക്ക്. വായിക്കട്ടെ. ദിവ്യ കാരുണ്യമേ, നീയാണെൻ്റെ പരമസമ്പാദ്യം, ഉന്നത സമ്മാനം. ദിവ്യകാരുണ്യമേ, നീയാണെൻ്റെ പരമസമ്പാദ്യം, ഉന്നത സമ്മാനം. തിരുവോസ്തിയായ എൻ്റെ നാവിൽ ചേർന്നലിയുന്ന യേശുവേ, നിറസ്നേഹമായ എൻ്റെ ഹൃത്തിൽ എന്നും വളരേണമേ അങ്ങുനാഥ. എൻ്റെ ഒരു സ്നേഹിതൻ എഴുതിയ വരിയാണ്. ഒറ്റ നിമിഷം കൊണ്ട് അതെനിക്ക് സംഗീതമാക്കാം. കുറച്ചൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുമുണ്ട്. ദിവ്യകാരുണ്യത്തെക്കുറിച്ച് വളരെ കുറച്ച് പാട്ടേ എനിക്ക് എഴുതാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ബോംബെയിൽ നിന്ന് എൻ്റെ ഒരു സ്നേഹിതൻ എഴുതി അയച്ചു തന്നൊരു വരിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞുമാൻ ആൻ്റണി എന്നാണ്. ആലപ്പുഴക്കാരനാണ്. നല്ലൊരു സ്നേഹിതൻ. തിരുവോസ്തിയായി എൻ്റെ നാവിൽ ചേർന്നലിയുന്ന യേശുവേ, നീയാണെൻ്റെ ദിവ്യ സമ്മാനം, ഏറ്റവും ശ്രേഷ്ഠമാം സമ്പാദ്യവും. ആ ഒരു തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതം സക്സസ് ആയി. ഞാൻ ഒട്ടും ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യനല്ലായിരുന്നു ബോണി. എനിക്ക് ആരാധിക്കാനും ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനും ഇപ്പോഴും പാടുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചില ദിവസങ്ങളിൽ എല്ലാ ദിവസവും കുറച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് നടന്നു വരുന്നുള്ള പ്രാർത്ഥന എന്നുമുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കാനും കൂടുതൽ ശ്രമിക്കാറുണ്ട്. എന്നെ അതിന് സഹായിച്ചത് മറിയമാണ്. കാരണം മറിയം പബ്ലിക്കായിട്ട് പൊതുവായിട്ട് പറയുന്ന ആദ്യത്തെ വാക്യം, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ പിന്നീട് ഈ മരിയൻ ജീവിതത്തിൽ പരിശുദ്ധമ്മ എന്നെ കൈപിടിച്ചതുപോലെ നടത്തിയ ജീവിതത്തിൽ എന്നെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് ദ സോൾ എൻഡ് ടു സസ്റ്റെയിൻ, ടു എക്സിസ്റ്റ്. ജീവിക്കാനുള്ള ഏക ലക്ഷ്യം ദൈവത്തെ ആരാധിക്കലാണ്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് ദൈവത്തെ ആരാധിക്കുന്നു, എൻ്റെ മനസ്സ് അതിൻ്റെ ഒപ്പം താളം ചവിട്ടുന്നു, എൻ്റെ ശരീരം അതാണ് ചെയ്യുന്നതും. ഐ പെർഫോം അഡറേഷൻ. ഞാൻ ആരാധിക്കുന്നു, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം, എൻ്റെ മനസ്സ് അതിൻ്റെ ഒപ്പം ഇങ്ങനെ താളം കൂട്ടി നിൽക്കുന്നു. സത്യത്തിൽ ഞാൻ ചെയ്യുന്നത് ആരാധനയാണ് താനും. ശരിക്കും അങ്ങനെ തിരുവോസ്തിയിലെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തെ ആരാധിക്കും. ഇന്നലെ ഞാനും ഒരു സ്നേഹത്തിനോട് ഇരിക്കുമ്പോഴേ എൻ്റെ ചില ഭാരങ്ങളൊക്കെ പള്ളിയുടെ സമർപ്പിച്ചപ്പം പെട്ടെന്ന് ഈശോ പറഞ്ഞു തരികയാണ് ഞങ്ങൾക്ക്, മകനെ, ദിവ്യകാരുണ്യ ആരാധന നിനക്ക് സമ്പത്തിനെ തരും. നിനക്ക് വേറൊരു രാജ്യത്തും സമ്പത്ത് വരുമെന്നല്ല, ദിവ്യകാരുണ്യം നിൻ്റെ ദാരിദ്ര്യത്തെ അകറ്റും.
ബോണിയുടെ ശുശ്രൂഷയിൽ ഇതിനെക്കുറിച്ച് കിട്ടിയ അനുഭവങ്ങൾ? ഒത്തിരി ഒത്തിരി ഉണ്ട് അച്ഛാ. ദിവ്യകാരുണ്യ സന്നിധിയിലിരിക്കുമ്പോൾ വന്നിട്ടുള്ള ഞാൻ ഒരു കാര്യം പെട്ടെന്ന് ഓർക്കുകയാണ്. ഭയങ്കരമായ ഒരു ശൂന്യത ഉണ്ടായിരുന്ന ഒരു സമയം, നിരാശയും ദുഃഖവും, പ്രാർത്ഥിക്കാൻ പോലും ചിലപ്പോൾ തോന്നാത്തൊരു സമയം ഉണ്ടാവുമല്ലോ നമുക്ക്. അങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കുറച്ച് നേരം ദിവ്യാന സന്നിധി പോയിരിക്കും. അന്ന് ഇതുപോലെ ദിവ്യാന സന്നിധി പോയിരുന്നു. പക്ഷെ എനിക്ക് യേശു എന്നൊന്ന് വിളിക്കാൻ പോലും എൻ്റെ മനസ്സങ്ങ് തുറയണില്ല. അത്രയും ഒരു സങ്കടമുണ്ട്. ഞാൻ മുട്ടുമേൽ നിന്ന് വെറുതെ ഇങ്ങനെ ദിവ്യകാരുണ്യത്തിൽ നോക്കി നിന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാതെ എൻ്റെ കണ്ണ് നിറഞ്ഞു. എൻ്റെ നാവിൽ നിന്ന് ഞാൻ പോലും അറിയാതെ യേശുവേ എന്നങ്ങ് വരിക. പിന്നെ ഞാനൊരു വേറൊരു ലോകത്താണ്. തിരിച്ചു പോരുമ്പോൾ ഒന്നുമില്ലെന്ന് വെച്ചാൽ പറയത്തക്കതായിട്ടൊന്നുമില്ല. പക്ഷെ ഉള്ളിൽ നിറയെ വലിയൊരു സമ്മാനം കിട്ടിയ ഒരു ലോകത്തിൽ ഒത്തിരി സമ്പാദ്യമുള്ള ഒരാളെ പോലെയാണ് ഇറങ്ങിപ്പോരുന്നത്. അന്ന് തൊട്ട് എനിക്കറിയാം ദിവ്യാന സന്നിധി പോയിരുന്ന ഒരിക്കലും പാഴല്ലെന്ന് മാത്രമല്ല, ആ നിമിഷങ്ങൾ പവിഴമാണ്. വെറുതെ പാഴലെന്ന് മാത്രമല്ല, ജീവിതത്തിലെ ഏറ്റവും കടപുഴകി നിൽക്കുന്ന ഏത് വൃക്ഷവും വീണ്ടും തളിരണിയുന്ന നിമിഷങ്ങളാണ് ദിവ്യകാരുണ്യ നിമിഷങ്ങൾ. കോടാനുകോടി പാപം ചെയ്ത നിൻ്റെ ഹൃദയത്തിൽ ഒരു കോടീശ്വരനെ പുനഃസ്ഥാപിക്കുന്ന നിമിഷമാണ് ദിവ്യകാരുണ്യ ആരാധന. കോടാനുകോടി ദുഃഖങ്ങളുള്ള നിൻ്റെ ഹൃദയത്തിൽ കോടീശ്വരൻ വന്ന് വസിക്കുന്ന സമയമാണ് ദിവ്യകാരുണ്യം. കന്മഷമെല്ലാം അകറ്റി എന്നെ ആ സമയം നന്മകളാൽ നിറയ്ക്കും. ഏറ്റവും വലിയ കോടീശ്വരൻ കോടി പാപം ചെയ്ത ഒരു മനുഷ്യനെ കെട്ടിപ്പിടിച്ച് സ്വന്തമാക്കി തൻ്റെ ആധാരവും മുദ്രപത്രവും ഒക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്ന സമയമാണിത്. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ നീ പറയുന്നത്, ദരിദ്രനാണെങ്കിൽ നീ 5 കണ്ണിൽ എന്നോട് ചോദിച്ചു വാങ്ങുക. ആ വരി കൃത്യമായിട്ട് പറഞ്ഞാൽ എപ്പോഴും ഉപയോഗിക്കുന്ന മനോഹരമായൊരു ഇമേജറിയാണ്. അതായത് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിലാണത്. ഇങ്ങനെ പറയുന്നു, നീ ധനികനാകാൻ അഗ്നിശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക. കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള 5 കൺമഷി എന്നോട് ചോദിച്ചു വാങ്ങുക. ശരിക്കും ഈ പുതിയ കാഴ്ചപ്പാടുകൾ, അതായത് ഈ ചെതുമ്പല് പോലെ എന്തോ താഴെ വീണെന്നല്ലേ എമ്മാവൂസിലെ ശിഷ്യന്മാർ പറയുന്നത്.
അപ്പോഴാണ് ഈശോ പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ട്, നീ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയം ജ്വലിച്ചു, പക്ഷെ നീ അപ്പം മുറിച്ചപ്പോൾ ഞങ്ങളുടെ കണ്ണ് തുറന്നു. ശരിക്കും പണ്ട് അമ്മച്ചി എൻ്റെ കണ്ണെഴുതിയിട്ടുണ്ട്. ഒരു ഗുണമുണ്ടായിട്ടില്ല, കണ്ടില്ലേ? പക്ഷെ കുഞ്ഞായിരുന്നപ്പം ഈ വെണ്ണയൊക്കെ കരിച്ച് നമുക്ക് ചേർത്ത് അമ്മ തന്നെ ഇങ്ങനെ എഴുതും, കണ്ണിന് തിളക്കം കിട്ടാനാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഈ കൊച്ചുനാളിലെ കണ്ണെടുത്ത് ഞാൻ ഇതിനെ ഓർത്തിരിക്കുന്നത്. പക്ഷെ കർത്താവ് ഈ വചനവുമായിട്ട് എപ്പോഴും എന്നെ ബന്ധിച്ചിട്ട് പറയും, കാഴ്ച നേടുവാൻ കണ്ണിലെഴുതാൻ അഞ്ജനമല്ലോ ദിവ്യകാരുണ്യം. എപ്പോഴും എന്നെ പഠിപ്പിക്കും. ഞാൻ അങ്ങനെ പാടിയിട്ടുമുണ്ട്, കാഴ്ച നേടാൻ കണ്ണിലെഴുതാൻ കണ്ണ് തുറപ്പിക്കുന്ന അഞ്ജനമാണ് ഈ. അപ്പം ശരിക്കും പറഞ്ഞാൽ അതാ പറഞ്ഞ്, നീ വളരെ മുറിവേറ്റ് ആരാധിച്ചു, ഇറങ്ങി വന്നതാരായിട്ടാ? നീ തന്നെ പറഞ്ഞത്, ബോണി തന്നെ പറഞ്ഞത്, ഒരു സമ്പാദ്യം ഉള്ളയാളെ പോലെ. അച്ഛൻ പറഞ്ഞ വാക്ക് എനിക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടു. കോടാനുകോടി പാവമുള്ള നിൻ്റെ ഉള്ളിൽ ഒരു കോടീശ്വരനെ ദൈവം. സത്യമായതുകൊണ്ടാണ് അതങ്ങനെ വാക്ക് വരും. നമ്മളൊന്നും എഴുതിക്കൂട്ടി പറയുന്ന ഒരു പരമ്പരയല്ലല്ലോ. കോടാനുകോടി പാപം ചെയ്ത നിൻ്റെയും എൻ്റെയും ഉള്ളിൽ ഒരു കോടീശ്വരൻ ഒന്നും നോക്കാതെ വന്ന് തൻ്റെ സ്ഥലത്തിൻ്റെയും കൃപയുടെയും ആധാരം വെറുതെ ഇഷ്ടദാനമായി തരുന്ന അപൂർവ സ്വർഗീയ നിമിഷമാണ് ദിവ്യകാരുണ്യ ആരാധന. ഒരു എളിമയുടെയും അല്ലേ, അതേസമയം ഉന്നതിയുടെയും ഒരു കണ്ടുമുട്ടൽ. എൻ്റെ എളിമയിൽ സ്വർഗം ചാഞ്ഞു ചെരിഞ്ഞു വന്ന് മുത്തവിടുന്നു. നാം എളിയവരായിരുന്നിട്ടും നമ്മോടുള്ള ഒരു ഐക്യദാർഢ്യം ഒരു നാണക്കേടായി പരിഗണിക്കാതെ, അപ്പനോടുള്ള ബന്ധം മുറുകെ പിടിക്കേണ്ടതായും പരിഗണിക്കാതെ അവൻ താഴ്ന്നിറങ്ങും. വളരണമേ എന്ന പദം അത് കേട്ടപ്പോൾ ബോണിക്ക് എന്തെങ്കിലും തോന്നിയോ? ബോണി, വളരണം, നിറസ്നേഹമായ എൻ്റെ ഹൃത്തിൽ വളരണമേ. ഓരോ ദിവസവും ഈശോ നമ്മിൽ ശക്തി പ്രാപിക്കുക, അതല്ലേ? അത് തന്നെ ബോണി. മരണം വരെ ഞാൻ വിശുദ്ധനായിക്കൊണ്ടിരിക്കുക. ഞാൻ മിനിഞ്ഞാന്ന് വിശുദ്ധനായി എന്ന് പറഞ്ഞ് എനിക്കൊരു നിമിഷമില്ല. ഞാൻ നിരന്തരം വിശുദ്ധനായിക്കൊണ്ടിരിക്കുക. ഈ ഒരു കണ്ടിന്യൂവിറ്റി ഓഫ് സ്പിരിച്വാലിറ്റി, ആത്മീയതയുടെ ഈ നൈരന്തര്യമാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടത്. ചരണം ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ല. ഒന്ന് നോക്കുമോ? അപരനായി തെളിയും ദീപനാളം പോൽ അനുദിനം പ്രഭ ചൊരിയാൻ അൾത്താര തന്നിലായി ആത്മബലിയാകാൻ അനുഗ്രഹമാരി ചൊരിയും. ഒരു വിളക്കും തനിക്ക് വേണ്ടി കത്തുന്നില്ല, വേറെ നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ്, അല്ലേ? അതെ. ശരിക്കും വേറൊരു ദിവ്യകാരുണ്യമായി മാറുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ശുശ്രൂഷകളെല്ലാം ഒരു പരിധി കഴിഞ്ഞിട്ട് സ്റ്റോപ്പാകുന്നത്. എന്നിൽ ദിവ്യകാരുണ്യമുണ്ട്, സത്യം. ഞാനൊന്നും ദിവ്യകാരുണ്യത്തെ ആരാധിക്കുന്നുണ്ട്, കൊള്ളാം. ഞാൻ കുർബാന മുടക്കിയിട്ടില്ല, വെരി ഗുഡ്. പക്ഷെ നീ വേറൊരു ദിവ്യകാരുണ്യമാണോ? ഒരു ചലിക്കുന്ന സക്രാരിയായി മനുഷ്യർ മാറുന്നില്ല. ആലഞ്ചേരി പിതാവ് അടുത്തിടയ്ക്ക് ശാലോമിലൂടെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഭാവമാണ് കാരുണ്യം. വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും സൂപ്പർ മോസ്റ്റ് റേഞ്ചാണ് കാരുണ്യം. അപ്പം അങ്ങനെ ബോണി ചലിക്കുന്ന കാരുണ്യം പോകുന്നു, തോമസ് ചലിക്കുന്ന കാരുണ്യം പോകുന്നു, സെലിൻ ചലിക്കുന്ന കാരുണ്യം പോകുന്നു എന്ന് പറയാൻ നമുക്ക് പറ്റുന്നില്ല.
കാരുണ്യം എംബോഡിമെൻ്റ് ആയിട്ടില്ല, നമ്മൾ മാംസം എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അപരനായി തെളിയും ദീപനാളം പോൽ അനുദിനം പ്രഭ ചൊരിയാൻ അൾത്താരത്തന്നിലായി ആത്മബലിയാകാൻ അനുഗ്രഹമാരി ചൊരിയൂ, അനുഗ്രഹമാരി ചൊരിയൂ. ഓ ദിവ്യകാരുണ്യമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഞാൻ ബോണിയെ മുമ്പിൽ മുട്ടുകുത്തി അത് പറയുമ്പം എനിക്ക് നിന്നിലുള്ള സാന്നിധ്യത്തെ കാണാൻ പറ്റണം. അങ്ങനെ മനുഷ്യർ ആദരവിൻ്റെ ആരാധന അർപ്പിക്കണം. ആദരവാണ് ആരാധനയുടെ പ്രകടമായ തെളിവ്. അപ്പം വ്യക്തി ആദരവിലൂടെ എനിക്ക് ബോണിയിൽ യേശുവിനെ കണ്ട് ക്ഷമിക്കാൻ, ഈ ബോണിയുടെ പ്രകൃതങ്ങളെ, ബോണിയിലുള്ള ദിവ്യകാരുണ്യത്തെ പ്രതി മനസ്സിലാക്കാൻ പറ്റുമ്പോൾ ഞാൻ പറയും, ബോണിയിൽ വസിക്കുന്ന കർത്താവെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എൻ്റെ ശത്രുവിൽ വസിക്കുന്ന കർത്താവെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എനിക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പാര പണിത തളർന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്നെ പാപത്തിന് പ്രേരിപ്പിച്ചവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. എന്നെ പാപം ശീലിപ്പിച്ച മനുഷ്യരിലും വസിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഭീകരവാദികളിൽ വസിക്കുന്ന ദിവ്യകാരുണ്യമേ, നീ അവരിലെല്ലാം സാന്നിധ്യം ഇട്ടിട്ടുണ്ട്. ആ സാന്നിധ്യത്തിനേറ്റൊക്കെ അവർ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും, അവർ ചവിട്ടിക്കളഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ നിൻ്റെ സാന്നിധ്യം, ദ സ്പാർക്ക് ഓഫ് ഡിവൈൻ, കാരുണ്യത്തിൻ്റെ നിഴൽ എല്ലാവരിലുമുണ്ട്. അങ്ങനെ ആരാധിക്കാൻ, അപ്പോൾ അതുകൊണ്ട് ആരാധിക്കുന്നവൻ ആദരിക്കട്ടെ, ആദരിക്കാത്തവൻ ആരാധിക്കാതിരിക്കട്ടെ.
ആകാശം ഭൂമി ആരാധനയ്ക്കേറ്റം യോഗ്യതയുള്ളവനേ, നിന്നെ വാഴ്ത്തി പുകഴ്ത്തുന്നിതാ. കന്മഷമെല്ലാം അകറ്റി നീ എന്നെ നന്മകളാൽ നിറയ്ക്കൂ. കന്മഷമെല്ലാം അകറ്റി നീ എന്നെ നന്മകളാൽ നിറയ്ക്കൂ. എൻ മനതാരിലെ നീറും മുറിവതിൽ സ്നേഹാമൃതം പുരട്ടൂ. സ്നേഹാമൃതം പുരട്ടൂ. ആകാശം ഭൂമി ആരാധനയ്ക്കേറ്റം യോഗ്യതയുള്ളവനേ, നിന്നെ വാഴ്ത്തി പുകഴ്ത്തുന്നിതാ. ആകാശം ഭൂമി ആരാധനയ്ക്കേറ്റം യോഗ്യതയുള്ളവനേ, നിന്നെ വാഴ്ത്തി പുകഴ്ത്തുന്നിതാ. അപരനായി തെളിയും ദീപനാളം പോൽ അനുദിനം പ്രഭ ചൊരിയാം. അപരനായി തെളിയും ദീപനാളം പോൽ അനുദിനം പ്രഭ ചൊരിയാം. അൾത്താര തന്നിലായി ആത്മബലിയാകാം അനുഗ്രഹമാരി ചൊരിയൂ. അനുഗ്രഹമാരി ചൊരിയൂ. ആകാശം ഭൂമി ആരാധനയ്ക്കേറ്റം യോഗ്യതയുള്ളവനേ, നിന്നെ